പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാനുള്ളത് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ് ആണ്. അതായത് പെനാൾട്ടികളുടെ കണക്കാണ്. ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ പെനാൾട്ടികളുടെ കണക്കാണ്. പെനാൾട്ടികളുടെ കണക്ക് പറയുമ്പോൾ അതായത് പെനാൾട്ടി മിസ് ചെയ്ത കണക്ക് പറയുമ്പോൾ നെയ്മർ നെയ്മർ കഴിഞ്ഞ നെയ്മർ അവസാനമായിട്ട് പെനാൾട്ടി മിസ്സാക്കിയതെന്ന് പറഞ്ഞാൽ 2 മാസം മുമ്പാണ്. അതായത് 2 മാസം മുമ്പാണ് നെയ്മർ അവസാനമായിട്ട് പെനാൾട്ടി മിസ്സാക്കിയത്. എംബാപ്പയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ് 7 മാസം മുമ്പാണ് അവസാനമായിട്ട് പെനാൾട്ടി മിസ്സാക്കുന്നത്. ഹാളന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹാളന്റ് 8 മാസം മുമ്പാണ് അവസാനമായിട്ട് പെനാൾട്ടി മിസ്സാക്കുന്നത്. മെസ്സിയുടെ കാര്യം എടുക്കുകയാണല്ലോ, മെസ്സി ഏകദേശം 11 മാസം മുമ്പാണ് പെനാൾട്ടി മിസ്സാക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് റൊണാൾഡോ 3 വർഷം ആയിട്ട് പെനാൾട്ടി മിസ്സാക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും? വെയിറ്റ് ഇപ്പൊ നിങ്ങൾ എന്ത് പറയും? റൊണാൾഡോ പെനാൾട്ടി മാത്രം അടിക്കുന്ന ആളാണ്, അങ്ങനെ പറയും. അതിന് മുമ്പ് നമുക്ക് വേറെ കാര്യം പറയേണ്ടത്, അതായത് ഇന്റർനാഷണൽ തലത്തിൽ ഏറ്റവും കൂടുതൽ പെനാൾട്ടി സ്കോർ ചെയ്തിട്ടുള്ള ആരാണ്? മെസ്സിയാണ്. അതേപോലെ തന്നെ എന്താണ് പറയുക, വേൾഡ് കപ്പിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് കപ്പിൽ പോലും മെസ്സിക്ക് ഒരു റെക്കോർഡ് തന്നെ ഉണ്ട്. 7 മത്സരങ്ങളിൽ നിന്ന് 5 പെനാൾട്ടി അടിച്ച ഏക വ്യക്തി മെസ്സിയാണ്. അത്രയും വലിയ റഫറിയുടെ പിൻബലത്തിൽ വേൾഡ് കപ്പ് അടിച്ച ആകെ ഒരാള് മെസ്സിയാണ്. നമ്മൾ പറയും എന്താണ് മറഡോണ കൈയോട് ഗോൾ അടിച്ചെന്നുള്ളത്. അതേപോലെ തന്നെയാണ് മെസ്സിയുടെ കാര്യം. മെസ്സി ഇപ്പൊ മറഡോണ കയ്യേരി ഗോൾ അടിച്ചത് ക്യാമറക്ക് പോലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് മെസ്സി റോബറി എടുത്തത് എല്ലാ ക്യാമറകളിലും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അർജന്റീനക്ക് കിട്ടിയ പെനാൾട്ടികളുടെ റെക്കോർഡ് എടുത്ത് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാനുള്ള ഉള്ളൂ. അത് അതിനെന്തെങ്കിലും ആഡ് അതിപ്പം എന്താ പറയാ, ഒരു പെനാൾട്ടി കൺവേർഷൻ എന്ന് പറഞ്ഞത് എത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എളുപ്പമല്ലാന്ന് ഈ പറയുന്ന മെസ്സി ഫാൻസിന് അറിയാം. കാരണം 2016 നമ്മളൊരു കോപ്പ അമേരിക്ക കണ്ടതാണ്. അതാരും മറക്കരുത്. ആ കോപ്പ അമേരിക്കയില് മെസ്സി അടിച്ചുവിട്ട ബോൾ ഇപ്പോഴും ചന്ദ്രനിൽ കിടന്ന് കറങ്ങേണ്ടതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഒരു പെനാൾട്ടി സ്കോർ ചെയ്യണത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ കാര്യം മെസ്സി ഫാൻസിന് ഓർക്കുന്നത് നല്ലതാ, റൊണാൾഡോനെ പെനാൾട്ടി വിളിക്കുന്നതിന് മുമ്പ്. അതന്നെ. നേരത്തെ പറഞ്ഞ പോലെ ആ ചന്ദ്രനിൽ കിടക്കുന്ന പെനാൾട്ടി പോലും ആ പെനാൾട്ടി, അതായത് മെസ്സിക്ക് അവിടെ വേറൊരു വ്യത്യാസം കൂടി ഉണ്ട്. അതായത് റൊണാൾഡോ പെനാൾട്ടി ഇപ്പൊ നമ്മള് സിറ്റുവേഷൻ എടുക്കും, ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കാം, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, അതായത് ചാമ്പ്യൻസ് ലീഗ് ഫൈനല് അല്ലെങ്കിൽ ലോകോത്തരമായിട്ടുള്ള ഏറ്റവും മികച്ച മത്സരം, അതായത് ഏറ്റവും കൂടുതൽ പ്രഷറുള്ള, എന്താണ് പറയുക, ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രഷറുള്ള സിറ്റുവേഷനിൽ പെനാൾട്ടി എടുക്കാൻ വേണ്ടി നമുക്ക് ഒരാളെ ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ മെസ്സിനെ ചൂസ് ചെയ്യില്ല. കാരണം നമുക്ക് അവരുടെ റെക്കോർഡുകൾ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത്. ഏറ്റവും വലിയ ടഫ് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ പെനാൾട്ടി അടിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കൂളായിട്ടുള്ള പെനാൾട്ടി അടിച്ചിട്ടുള്ള ആരാണെന്ന് നോക്കും. റൊണാൾഡോ അടിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് മെസ്സി നേരത്തെ പറഞ്ഞ പോലെ കോപ്പ അമേരിക്കയിൽ അടിച്ച എന്താണ് ആ ബോൾ നാസക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രക്കും എന്താ പറയാ, ആ ബോൾ എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല, അമ്മാതിരി അടി അടിച്ചിട്ടുള്ളത്. അതുപോലെ ഇഷ്ടംപോലെ പെനാൾട്ടികൾ മെസ്സി ഇമ്പോർട്ടന്റ് ഘട്ടങ്ങളിൽ മിസ്സാക്കിയിട്ടുണ്ട്. അവിടെ ഒരിക്കലും മെസ്സിനെ ഒരാളും ചൂസ് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ.